ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ പ്രകാശിനെ കുടുക്കിയിരിക്കുകയാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തികയും ചേർന്നിട്ട്. കല്യാണ ദിവസം പ്രകാശിനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവരുന്നത്. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് വരെ പ്രകാശൻ വിചാരിച്ചത് കിരണും കല്യാണിയും കാണിച്ചെന്തോ പരിപാടി ആയിരിക്കുന്ന. പക്ഷേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ലക്ഷ്മിയാണ് ഈ മുട്ടം പണി തന്നിട്ടുള്ളതെന്ന്. അതുമാത്രമല്ല, ലക്ഷ്മി നല്ല വീറോട് കൂടിയാണ് സംസാരിക്കുന്നത്. ഒരു പ്രാവശ്യം എന്നെ പറ്റിച്ചിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു കല്യാണം കഴിച്ചു, എന്നിട്ട് അതും ഒഴിവാക്കി നീ അടുത്ത കല്യാണം കഴിക്കാൻ പോവുക അല്ലേ? നടന്നത് തന്നെ. അങ്ങനെ നീ വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിന് നല്ല മുട്ടം പണി കൊടുക്കുകയാണ്. പ്രകാശനാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ SI നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയിട്ട് പ്രകാശനെ നല്ലോണം പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പ്രകാശൻ ചാവാനുള്ള അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രകാശൻ തന്നെ പറയുന്നുണ്ട്, സാർ ഇനി എന്നെ തല്ലരുത്, ഇനി എന്നെ തല്ലിക്കഴിഞ്ഞാൽ കൊലപാതകത്തിന് സാറ് കേസ് പറയേണ്ടി വരും. പ്രകാശൻ അവിടെ നിലത്ത് വേച്ച് വീണു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ SI അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, ഇവനെ പോലുള്ളവനൊക്കെ ചാവണം സാറേ. പോലീസിൻ്റെ അല്ല, പൊതുജനത്തിൻ്റെ തല്ലുകൊണ്ട് ചാവണം. അവരൊക്കെ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലണം. നിന്നെ മാത്രമല്ല, നിന്നെ വളർത്തി വഷളാക്കി ഒരുത്തിയുണ്ടല്ലോ വീട്ടിനകത്ത്, ഭാനുമതി, അവളെയും തല്ലിക്കൊല്ലുക വേണ്ടത്. അപ്പോൾ SI പറയുന്നുണ്ട്, മേഡം പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിലും ചെയ്യാം, കൊല്ലുന്നതൊഴിച്ച് എന്തും. ഇവനെ ഇവിടെ ജഡമായിട്ട് വേണമെങ്കിലും കിടത്താം. അപ്പോൾ ലക്ഷ്മി പറയാണ്, വേണ്ട, തൽക്കാലം ഇത്രയും മതി. ഒരു സമയത്ത് എൻ്റെ നാട്ടുകാരുടെ കയ്യിൽ ഇവനെ കിട്ടിയിരുന്നെങ്കിൽ അവരിവനെ ഇഞ്ചിഞ്ചായി കൊന്നേനെ, ഇവനെയും ഇവൻ്റെ അമ്മയെയും. അതിൽ നിന്നൊക്കെ ഭാഗ്യം കൊണ്ടാണ് ഇവൻ രക്ഷപ്പെട്ടത്. അപ്പോൾ SI പുച്ഛത്തോടെ പറയാണ്, അല്ലെങ്കിൽ ഇവനും ഇവൻ്റെ മോനും ഒക്കെ അസൽ ക്രിമിനലാ മാഡം. ഇവൻ്റെ മോൻ 1-2 തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. മോഷണം, കൊലപാതക ശ്രമം, അതൊക്കെയാ കേസ്. അപ്പോൾ പ്രകാശൻ ഒന്നും പറയാനാവാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ SI കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ആ കേസൊക്കെ നടക്കുന്നുണ്ടോടാ? അവസാനം പ്രകാശൻ പറയാണ്, എന്താ സാറേ ഇത്, കോടതി വിധിച്ചു അവൻ നിരപരാധിയാണെന്ന്. അവനിപ്പോൾ കേസിനും വഴക്കിനും ഒന്നും പോവാറില്ല. അപ്പോൾ SI കളിയാക്കുന്നുണ്ട്, തെളിവുകളൊക്കെ നിൻ്റെ മോൻ നശിപ്പിച്ച് കാണും. SI തിരിഞ്ഞ് ലക്ഷ്മിയോട് പറയാണ്, ഇവനേക്കാളും 10 ഇരട്ടിയാ അവൻ, എങ്ങനെ അല്ലാതാവും? ലക്ഷ്മി പരിഹസിക്കുകയാണ്. ഇവൻ്റെ അമ്മയാ ഇവനെ ക്രിമിനലാക്കിയത്. ഇവനും ഇവൻ്റെ അമ്മയും ചേർന്ന് കൊച്ചുമോനെ കൊടും കുറ്റവാളി ആക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ SI പ്രകാശനെ നോക്കിക്കൊണ്ട് പറയാണ്, ഏതായാലും ഇന്ന് കോടതിയുള്ള ദിവസമാണ്, ഇവനെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യാം. അത് കേട്ടതും പ്രകാശനാകെ പേടിച്ച് പരിഭ്രമിക്കുകയാണ്. അയ്യോ സാർ, റിമാൻഡൊന്നും ചെയ്യല്ലേ സാർ, സാർ ചതിക്കല്ലേ സാർ. അത് കേട്ടത് SI പറയുന്നുണ്ട്, മിണ്ടാതിരിക്കടാ, ഇനി നീ ശബ്ദിച്ചാ തൊണ്ടേന്ന് ശബ്ദം വരാത്ത രീതിയിൽ കഴുത്തിന് പിടിച്ച് ഞെക്കും ഞാൻ, റാസ്കൽ എന്നും പറഞ്ഞ് SI പുറത്തിറങ്ങിയിട്ട് കോൺസ്റ്റബിളിനോട് ലോക്ക് ചെയ്യാൻ പറയുകയാണ്. ആ സമയത്ത് ലക്ഷ്മി പ്രതികാരത്തോടു കൂടി പ്രകാശനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പ്രകാശനാണെങ്കിൽ മേല് മൊത്തം ചതഞ്ഞിട്ടാണുള്ളത്. മേല് വേദന എടുത്തുകൊണ്ട് മെല്ലെ വന്നിട്ട് ആ ജയിലിൻ്റെ അഴികൾ പിടിച്ചുകൊണ്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നെ ഈ അവസ്ഥയിലാക്കാനാണോ നീ വന്നത്? എൻ്റെ കല്യാണമാണ് നീ മുടക്കിയത്. അത് കേട്ടത് ലക്ഷ്മി പുച്ഛത്തോടെ പറയാണ്, കല്യാണ ചെറുക്കൻ്റെ വേഷം കൊള്ളാം. ഏത് പെണ്ണിനേടാ നീ പറ്റിക്കാൻ പോയത്? ഈ പൈസയൊക്കെ നിനക്ക് എവിടുന്നാണ് ഉണ്ടായത്? ഏതായാലും നീ കെട്ടാൻ പോകുന്ന പെണ്ണിനെ എനിക്കൊന്ന് കാണണം. അത് കേട്ടതും പ്രകാശൻ ശരിക്കും ഞെട്ടുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, രണ്ടാമത് ഒരുത്തിയെ കെട്ടിയിട്ട് അവളെയും വഞ്ചിച്ചില്ലേ നീ? ഇനി ഒരുത്തിക്ക് കൂടി ആ ഗതി വരാൻ പാടില്ല, അല്ലെങ്കിൽ തന്നെ നീ ജയിലിലേക്കല്ലേ പോകാൻ പോകുന്നേ. പിന്നെ എങ്ങനെ നിൻ്റെ കല്യാണം നടക്കാനാ? ലക്ഷ്മി പരിഹസിക്കുകയാണ്. അതിനുശേഷം അവർ ഓർമ്മകളിലേക്ക് പോയിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ നിനക്ക് ആ ദിവസം? എൻ്റെ കുഞ്ഞ് ജനിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടോയെന്ന്. അത് കേട്ടതും പ്രകാശനും ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മനസ്സുകൊണ്ട്. ആ സമയത്ത് അയാൾ ചിന്തിക്കുന്നുണ്ട്, അന്ന് കാർത്തികയെ പ്രസവിച്ച ദിവസം ഓടയിലേക്ക് എറിഞ്ഞിട്ട് വന്ന ആ ഒരു രാത്രി. അത് ഓർത്തുകൊണ്ട് തന്നെ കണ്ണീരോടുകൂടിയാണ് ലക്ഷ്മി പറയുന്നത്, നീയും നിൻ്റെ അമ്മയും ചെയ്ത പ്രവൃത്തി ജീവനോടെ ഉള്ളിടത്തോളം കാലം എൻ്റെ മനസ്സിലുണ്ടാവും. അവർക്ക് പ്രകാശനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് കാറിലാണ് കാർത്തിക ഉണ്ടായിരുന്നത്. അപ്പോഴാണ് വിക്രം അവളെ വിളിക്കുന്നത്. കാറ് സൈഡ് ഒതുക്കിയതിന് ശേഷം കാർത്തിക സ്വയം ചിന്തിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയ കാര്യം പറയാനായിരിക്കും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്, ആ വിക്രം, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വിക്രം പരിഭ്രമത്തോടെയാണ് സംസാരിക്കുന്നത്, അയ്യോ ചേച്ചി ഇങ്ങോട്ടേക്ക് വരണ്ടെന്നോ? അതെന്താ? അത് പിന്നെ അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയിരിക്കുക. അയ്യോ എന്തിന്? ഒന്നും അറിയാത്ത പോലെ കാർത്തിക ചോദിക്കുകയാണ്. അതൊന്നും അറിയത്തില്ല, ആ കിരണും കല്യാണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരെന്തോ കള്ളക്കേസിൽ കുടുക്കിയെന്നാ എനിക്ക് തോന്നിയേക്കുന്നേ. അപ്പോൾ കാർത്തികയും പറയുന്നുണ്ട്, ആ അങ്ങനെ വരാനേ വഴിയുള്ളൂ, ഇനിയിപ്പോൾ ചേച്ചിയുടെ അമ്മ അറിഞ്ഞ അച്ഛൻ്റെ പ്രതീക്ഷകളെല്ലാം തകരുമല്ലോ. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും.
ഞാനേ അമ്മയെ ഹോട്ടലിൽ വിട്ടിട്ട് ഉടനെ സ്റ്റേഷനിലേക്ക് വരാം. നീ ടെൻഷൻ അടിക്കേണ്ട വിക്രം, നമ്മുടെ അച്ഛനെ ഒന്നും സംഭവിക്കില്ല. അവൾ അവനെ സമാധാനിപ്പിച്ചതിന് ശേഷം സ്റ്റേഷനിലേക്ക് കാർ എടുക്കാൻ പറയാണ് ഡ്രൈവറോട്. അതേസമയം കല്യാണി നേരെ രൂപയുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണി രൂപയോട് പറയുന്നുണ്ട്, ഇന്ന് അയാൾക്കൊരു വിരുന്നൊരുക്കിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അതൊരു പോലീസ് കേസായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയാളെ സ്റ്റേഷനിൽ കയറ്റിയത് കാർത്തിക ചേച്ചിയുടെ അമ്മയാ. ഇനി ഇറക്കാൻ പോകുന്നതോ കാർത്തിക ചേച്ചി തന്നെ. അപ്പോൾ രൂപയും പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ പ്രകാശനെയും അയാളുടെ അമ്മയും വിക്രത്തിനെയും ഒക്കെ കാർത്തികയും അവളുടെ അമ്മയും കുറേ കുരങ്ങ് കളിപ്പിക്കുകയാണല്ലോ. അപ്പോൾ വിഷമത്തോടെ കല്യാണി പറയുന്നുണ്ട്, ഇന്ന് രാവിലെ അമ്മയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ പോലും അയാൾക്കുണ്ടാവാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചാണ് അയാൾ പറഞ്ഞത്. അമ്മയുടെ മനസ്സ് ഇന്നും നോവിച്ചു വിക്രത്തിൻ്റെ പേരും പറഞ്ഞ്. അമ്മ മരിക്കുമ്പോൾ അമ്മയുടെ ചിത കത്തിക്കാൻ അവൻ വരില്ല എന്നും പറഞ്ഞ്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, അവനെ പോലൊരു മകൻ ചിത കത്തിച്ചാൽ ഒരമ്മയ്ക്കും മോക്ഷം കിട്ടില്ല മോളെ. കല്യാണിയും പറയുന്നുണ്ട്, അത് പകൽ പോലെ സത്യമാണല്ലോ. അപ്പോൾ രൂപ വാൺ ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് പ്രകാശനെയല്ല വിക്രത്തെയാണ്. അവൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മൂമ്മയുടെയും തണലിൽ ജീവിച്ചു വളർന്ന ഒരു കൊടും കുറ്റവാളിയാണ്. പ്രതികാര ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. പാവം, ഒരു തെറ്റും ചെയ്യാത്ത ആൽബിയുടെ തലക്കടിച്ചില്ലേ, അങ്ങനെയുള്ളവൻ ആ അമ്മയെ കൊല്ലാൻ പോലും മടിക്കില്ല. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതെനിക്കറിയാം അമ്മേ. അതുകൊണ്ട് വിക്രവും പ്രകാശനും വഞ്ചിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വിക്രത്തിൻ്റെ ഫോൺ ചോർത്താൻ കിരണേട്ടനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവൻ്റെ ഓരോ നീക്കങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിക്കുമെന്നാണ് കിരണേട്ടൻ പറഞ്ഞത്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ പണവും ഉണ്ട്, സ്വാധീനവും ഉണ്ട്. പക്ഷേ നമുക്കില്ലാത്തൊരു സ്വഭാവം വിക്രത്തിനും അവൻ്റെ അച്ഛനും ഉണ്ട്. ആരെയും ചതിക്കാനുള്ളൊരു മനസ്സ്. എൻ്റെ ആങ്ങളെയും പ്രകാശനും വിക്രവും ഒക്കെ അക്കാര്യത്തിൽ ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യുമ്പോഴും നമ്മളൊന്ന് സൂക്ഷിക്കണമെന്ന്. മോക്കുണ്ടായ സൗഭാഗ്യത്തിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നവരാണ് മോളുടെ അച്ഛനും അമ്മൂമ്മയും വിക്രവും ഒക്കെ. അപ്പം തന്നെ കല്യാണി പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ചെയ്യാൻ നോക്കിയമ്മേ, എന്നിട്ടെന്താ അവസാനം അതെല്ലാം അവരെ തന്നെയല്ല തിരിഞ്ഞു കൊത്തിയത്. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രമല്ല ദൈവവും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത്രയും കാലത്തെ എൻ്റെ ജീവിതം അതിന് ഏറ്റവും വലിയ തെളിവാ. അപ്പോൾ രൂപ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രകാശിനെ കല്യാണം കഴിക്കാൻ വേണ്ടി കാർത്തികയുടെ അമ്മ ചെന്നൈയിൽ നിന്നും വന്നതല്ലേ? അതെ. അപ്പോൾ പിന്നെ ജയിലിൽ നിന്നും പ്രകാശിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അവൻ കാർത്തികയുടെ അമ്മയെ വീണ്ടും അന്വേഷിക്കില്ലേ? അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ആ സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മയും മോളും കൂടി എന്തെങ്കിലും മാർഗം കണ്ടെത്തിയിട്ടുണ്ടാവും. എൻ്റെ അമ്മ ഒരു പാവമായിപ്പോയി. എന്നാൽ ലക്ഷ്മി അമ്മ അങ്ങനെയല്ല. അവർക്കുണ്ടായ നഷ്ടത്തിന് 10 മടങ്ങ് തിരിച്ചടി കൊടുക്കാനാ അവർ മകളെയും കൊണ്ട് നാട്ടിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ ശക്തി എത്രത്തോളാണെന്ന് പെൺമക്കളെ സ്നേഹിക്കാതിരുന്ന പ്രകാശൻ എന്നയാൾ അറിയാൻ പോകുന്നതേയുള്ളൂ. ആ സമയത്ത് കാർത്തികയും കാത്തുകൊണ്ട് സ്റ്റേഷനിൽ തന്നെയാണ് ലക്ഷ്മി ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും കാർത്തിക അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കാർത്തികയെ കണ്ടതും രണ്ടുപേരും പരസ്പരം ചിരിക്കുകയാണ്. അതിനുശേഷം ലക്ഷ്മിയോട് കാർത്തിക ചോദിക്കുന്നുണ്ട്, എന്തായി? അവന് നല്ല ബേഷായിട്ട് കൊടുത്തിട്ടുണ്ട്, എൻ്റെ മുന്നിൽ വെച്ച് തന്നെ. ഞാൻ കൊടുക്കേണ്ടത് SI കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജാമ്യത്തിൽ ഇറക്കട്ടെ? കാർത്തിക ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ നിൽക്കണോ അതോ പോണോ? ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്. ഞാൻ അയാളെ ഇറക്കി വരുമ്പോൾ അമ്മ ഇവിടെ വേണം. എന്നിട്ട് നമുക്ക് പരസ്പരം വെല്ലുവിളി നടത്താം. അയാളുടെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കും, അയാൾക്ക് വേണ്ടി വാദിക്കും. അമ്മ എന്നെ പരിചയമുള്ളതായി ഭാവിക്കരുത്. അതൊക്കെ ഞാൻ ഏറ്റുമോളെ. ഇന്ന് എല്ലാ അർത്ഥത്തിലും സന്തോഷമുള്ളൊരു ദിവസമാണ്. SIയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജാമ്യത്തിനൊന്നും ഒരു തടസ്സവും ഇല്ല. ശരി അമ്മേ, കാർത്തിക അകത്തേക്ക് പോവാണ്. SIയുടെ റൂമിലേക്കാണ് നേരെ കാർത്തിക പോയത്. എന്തായി സാർ? അവന് നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. എൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് വിട്ടുന്നായിക്കോട്ടെ. അപ്പോൾ SIയും പറയാണ്, അങ്ങനെ തന്നെ ചെയ്യാനാണ് ലക്ഷ്മി അമ്മയും പറഞ്ഞത്. നിങ്ങളുടെ കഥകളൊക്കെ കേട്ടതുകൊണ്ട് അതിൻ്റെ എല്ലാ ദേഷ്യവും അവൻ്റെ മേത്ത് തീർത്തിട്ടുണ്ട്. പുറമേ കാണാനില്ലെങ്കിലും ഉള്ളിൽ നല്ല ക്ഷതം തട്ടിക്കാണും. അതും മേഡത്തിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ നന്നായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ഇനി കോടതി കേസ് വഴക്കൊക്കെ ആയിട്ട് കുറച്ച് ദൂരം കൂടി ഈ കഥ പോവാനുണ്ട് സാർ. അപ്പോൾ SI ഓർത്തുകൊണ്ട് പറയാണ്, എന്നെ ആ ചന്ദ്രസേനൻ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറിന് പിന്നെ ഈ പോലീസിൻ്റെ തലപ്പത്തൊക്കെ നല്ല പിടിപാടാണല്ലോ. എനിക്കൊരു ട്രാൻസ്ഫർ ശരിയാക്കി തരണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ പറയുന്നത് എനിക്ക് കേട്ടല്ലേ പറ്റൂ. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അതുകൊണ്ട് സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ സാർ. സാറിപ്പോൾ നിൽക്കുന്നത് ന്യായത്തിൻ്റെ ഭാഗത്തല്ലേ? 100%. എങ്കിൽ പിന്നെ അയാളെ ഇറക്കിക്കൊണ്ട് വരാൻ പറയാം. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അതിനു മുമ്പ് ഞാൻ അയാളെ ഒന്ന് കാണട്ടെ. അങ്ങനെ കോൺസ്റ്റബിളിനെ വിളിപ്പിച്ചിട്ട് കാർത്തികയെ കൂട്ടിക്കൊണ്ടുപോയി പ്രകാശിൻ്റെ അടുത്ത് നിർത്തുകയാണ്. കാർത്തിക പ്രകാശിന് കസ്റ്റഡിയിലാക്കിയിരിക്കുന്ന ആ ഒരു ജയിലിന് മുന്നിൽ എത്തിയ സമയത്ത് അയാൾ അവിടെ എന്തൊക്കെയോ ആലോചിച്ച് നിരാശനായിരിക്കുകയാണ്. അത് കുറച്ചു നേരം ഒന്ന് ആസ്വദിച്ചതിന് ശേഷം ഒരു വല്ലാത്ത മുഖത്തിൽ ഭാവത്തിൽ കാർത്തിക വിളിക്കുന്നുണ്ട്, അച്ഛാ.
വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രകാശൻ മോളെ നോക്കിക്കൊണ്ട് എങ്ങനെയോ വയ്യാതെ എഴുന്നേറ്റിട്ട് കാർത്തികയുടെ അടുത്തേക്ക് വരികയാണ്. മോളെ. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അച്ഛനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ അതെ മോളെ, കള്ളക്കേസ് തന്നെയാ, അത് 100% ഉറപ്പല്ലേ? അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, എന്ന് വെച്ച് നമ്മുടെ ശക്തിക്ക് മുകളിലൊന്നും അല്ലല്ലോ എതിരാളികളുടെ ശക്തി. അത് അച്ഛൻ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പ്രകാശൻ ആകെ ഒരു ടെൻഷനോട് പറയുന്നുണ്ട്, അല്ല മോളെ, എന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നൊക്കെയാണ് പറയുന്നേ. അത് നടക്കാത്ത കാര്യമാണ്. അച്ഛനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് കേട്ടതും പ്രകാശിൻ്റെ മുഖത്ത് സന്തോഷം നിറയാണ്. മോളെ, ജാമ്യം കിട്ടുമല്ലോ അല്ലേ? കിട്ടിക്കഴിഞ്ഞു. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആ കിരണിൻ്റെ അച്ഛനുമാണ്. അത് SI പറഞ്ഞു. അപ്പോഴേക്കും പ്രകാശനും അഹങ്കാരം കയറുകയാണ്. അതേ മോളെ, അത് അവർ തന്നെയാ. ഓരോരുത്തർ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക എന്നെ കൊടുക്കാൻ വേണ്ടി. മോളിതൊന്നും വിശ്വസിക്കരുത്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, എനിക്കെൻ്റെ അമ്മയുടെ കണ്ണീര് കാണാൻ വയ്യ. അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ട് ഇനി അമ്മയെ നിരാശയാക്കാനാവില്ല. മോളെ, ഇതൊക്കെ ഓരോരുത്തർ കരുതിക്കൂട്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. മോളിതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആ രജിസ്റ്റർ ഓഫീസിൽ കിരണും കല്യാണും എന്തിനാ വന്നേ? ഞാൻ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് പോയി കല്യാണം വിളിച്ചു എന്ന് കരുതി. അവർക്കറിയായിരുന്നു ഇന്ന് കല്യാണം നടക്കില്ല എന്നും ഞാനിവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നൊക്കെ അവർക്ക് നേരത്തെ അറിയായിരുന്നു. അല്ലാതെ കല്യാണം കാണാനല്ല. കല്യാണം മുടങ്ങി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് കാണാൻ. അപ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, വീനസ് ഹോട്ടലിൽ എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക്, മോളെ, സദ്യക്ക് മാത്രം തന്നെ എത്ര കാശാണ് ഞാൻ ചിലവാക്കിയത്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം എല്ലാവരോടും ഒന്ന് പറയാൻ, ആ സദ്യയൊക്കെ ഒന്ന് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ എല്ലാം വേസ്റ്റായി പോവുമല്ലോ. സദ്യ മാത്രമല്ല, പണവും വേസ്റ്റായി പോവും. അധികം വരുന്ന സദ്യ ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാം. എന്തൊക്കെ ആഗ്രഹിച്ചതാണെന്നറിയോ ഇന്ന്? എല്ലാം തകർന്നില്ലേ? ഇപ്പോൾ പൂത്തിരി കത്തിച്ച് ആഘോഷിക്കുകയായിരിക്കും ദീപയും അവളുടെ മക്കളും. ആഘോഷിക്കട്ടെ അച്ഛാ. എന്തൊക്കെ ആഘോഷം നടന്നാലും അവസാനം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച കല്യാണം തന്നെ നടക്കും. അച്ഛൻ വാ, നമുക്ക് രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് പോവാം. അപ്പോഴേക്കും കോൺസ്റ്റബിൾ ലോക്കപ്പ് തുറന്നു കൊടുക്കുകയാണ്. പ്രകാശനെ കാണുന്ന സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, അച്ഛന് നല്ല അവശതയുണ്ടല്ലോ. ഒരു മയവും ഇല്ലാതല്ലേ ആ SI പെരുമാറിയത്. അതിന് അയാൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം. അയാൾ ഇനി അധികകാലം ഈ സ്റ്റേഷനിൽ ഉണ്ടാവില്ല. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മോളെ, ഈ സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരനും ഇനി സർവീസിലുണ്ടാവരുത്. അപ്പോഴേക്കും കോൺസ്റ്റബിൾ തട്ടിക്കയറുകയാണ്. ഡോ. അപ്പോൾ കാർത്തികയാണ് പറയുന്നത്, എന്താ കുഴപ്പം? ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കാശും വാങ്ങി നിരപരാധികളെ ലോക്കപ്പിലിട്ട് തല്ലുമ്പോൾ ഞങ്ങൾക്കും പ്രതികരിച്ചൂടെ? ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞൂടെ? അതിനൊന്നും കോൺസ്റ്റബിൾ മറുപടി പറയുന്നില്ല. അങ്ങനെ കാർത്തികയ്ക്കൊപ്പം പ്രകാശം പുറത്തേക്ക് പോവാണ്. പുറത്തെത്തിയ സമയത്ത് കാർത്തിക അമ്മയെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പ്രകാശിനോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയോട് ഇതൊന്നും പറയാൻ പറ്റില്ല. അമ്മയെ തിരിച്ച് റൂമിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മോളെ, എനിക്ക് മോളുടെ അമ്മയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കണം. ഞാൻ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെടുത്തണം. എനിക്ക് മോളുടെ അമ്മയൊന്ന് കാണാൻ പറ്റുമോ? അപ്പോഴേക്കും ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് കാർത്തിക പറയുന്നുണ്ട്, അവരവിടെ നിൽക്കുക. അച്ഛനെ കള്ളക്കേസിൽ കുടുക്കിയ ആ സ്ത്രീ. പ്രകാശം പേടിയോടുകൂടിയാണ് അങ്ങോട്ടേക്ക് നോക്കുന്നത്. അവരെന്തിനാ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? ഇവരെനിയും പോയില്ലേ? മോളെ, അവളോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. പ്രകാശം പേടിയോട് പറയുക. അപ്പം കാർത്തിക പറയുന്നുണ്ട്, എന്തിനാ സംസാരിക്കാതിരിക്കുന്നത്? എൻ്റെ അമ്മയുടെ പ്രതീക്ഷ അവർ തകർത്തത്. അല്ല, അവരെ മോക്ക് ഇതിനു മുമ്പ് അറിയോ? മോൾ ഇതിനു മുമ്പ് അവരെ കണ്ടിട്ടുണ്ടോ? ഇവിടെ വന്നപ്പോൾ കണ്ടല്ലോ. പോലീസുകാരാ പറഞ്ഞത് ഇവരാ കേസ് കൊടുത്തേന്ന്. അത് ശരി. പ്രകാശൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അച്ഛൻ വാ എന്ന് പറഞ്ഞിട്ട് കാർത്തിക നേരെ പ്രകാശിനെ കൂട്ടിയിട്ട് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും അഭിനയിക്കുകയാണ്. എൻ്റെ അച്ഛനെ കള്ളക്കേസ് കുടുക്കിയതും പോരാ, എന്നിട്ട് ഇവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുവാണല്ലേ? എന്താടി എനിക്കിവിടെ നിന്നാൽ? ലക്ഷ്മി പരിഹസിക്കുന്നുണ്ട്. നിങ്ങൾ കരുതിയത് എൻ്റെ അച്ഛന് ജാമ്യം കിട്ടില്ല എന്നല്ലേ? ദേ, അച്ഛനെ ജാമ്യത്തിലിറക്കി. ഇനി ഈ കേസിൽ നിന്നും അച്ഛനെ സ്മൂത്തായിട്ട് ഇറക്കിക്കൊണ്ടുവരാനും എനിക്കറിയാം. അങ്ങനെ പെട്ടെന്നൊന്നും ഇവനെ അങ്ങ് ഇറക്കിക്കൊണ്ടുവരാൻ നിനക്കാവില്ല. ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ നീ ആരാ? ഇവൻ്റെ മോളാണോ? അത് കേട്ടതും കാർത്തികയും പ്രകാശനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. മാത്രമല്ല കാർത്തിക പറയുന്നുണ്ട്, എൻ്റെ അമ്മയുമായിട്ടുള്ള കല്യാണമാണ് ഇന്ന് നടക്കാനിരുന്നത്. അതാ നിങ്ങൾ മുടക്കിയത്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, ഓ, അപ്പം നിൻ്റെ അമ്മയാണ് ഇവൻ കെട്ടാനിരുന്നതല്ലേ? അവരുടെ പേരും ഒരു ലക്ഷ്മി എന്നാണല്ലോ. എന്നിട്ട് പ്രകാശനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പരിങ്ങി നിൽക്കുന്നേ? ഇവളുടെ അമ്മയാണോ നീ കെട്ടാൻ പോകുന്നേ? പ്രകാശൻ പേടിയോടെ കാർത്തികയോട് പറയാണ്, മോളെ, നമുക്ക് പോവാം. നീ എവിടെ പോയാലും പിന്നാലെ ഞാനും ഉണ്ടാവും. ലക്ഷ്മി പ്രതികാരത്തോടെ പറയാണ്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ കല്യാണം മുടക്കാൻ വേണ്ടി നിങ്ങളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു വന്നത് ആ കല്യാണി അവളുടെ അമ്മയും അല്ലേ? അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ കുറേ വർഷങ്ങളായി ഇവനെ തേടി നടക്കുകയായിരുന്നു. പിന്നെ അതിനിടയിൽ ഞാൻ കുറച്ച് തിരക്കിപ്പെട്ടുപോയി. ഇപ്പോൾ എനിക്ക് തിരക്കൊക്കെ കഴിഞ്ഞ സമയമുണ്ട്. ഇനി ഇവനെ കോടതി കയറ്റാനും ഇവൻ്റെ കേസിന് പിന്നാലെ നടക്കാനും എനിക്ക് സമയമുണ്ട്. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ പ്രകാശൻ കാർത്തികയ്ക്ക് മുന്നിൽ വെച്ച് സംസാരിക്കുകയാണ്. എനിക്ക് നിങ്ങൾ ആരാന്ന് പോലും അറിയില്ല. എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അപ്പോൾ തിരിച്ച് ലക്ഷ്മി പറയുന്നുണ്ട്, ഞാനാണോ നിന്നെ ദ്രോഹിച്ചത്? 10-25 വർഷം മുമ്പുള്ള കഥ നിനക്കറിയാലോ. അപ്പോൾ വേഗം പ്രകാശൻ കാർത്തികയോട് പറയാണ്, മോളെ, എന്തൊക്കെ ഇവരീ പറയുന്നത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, പ്രകാശൻ പറയാണ്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ഇവർ പറയാനുള്ളത് പറയട്ടെ അച്ഛാ.
അപ്പം ലക്ഷ്മി പറയാണ്, ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല, എല്ലാം കോടതിയിൽ പറഞ്ഞോളാം. അത് കേട്ടതും പ്രകാശൻ പേടിയോടുകൂടി ലക്ഷ്മിയെ നോക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.